أيها المسلمون، عيدكم مبارك، وتقبل الله منا ومنكم صالح الأعمال، وكل عام وأنتم بخير. الله أكبر الله أكبر الله أكبر لا إله إلا الله. الله أكبر الله أكبر ولله الحمد. الله أكبر. പുണ്യങ്ങൾ പെയ്തിറങ്ങിയ റമദാനിലെ 30 ദിനരാത്രങ്ങളുടെ പര്യവസാനമായ ചെറുപെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ സമാഗതമായി. ഏവർക്കും ജെ ടൈംസ് ന്യൂസ് ചാനലിന്റെ ചെറുപെരുന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ചെറുപെരുന്നാൾ സന്ദേശം അറിയിച്ച് കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ ഭാരവാഹിയും അശ്അരിയ അറബി കോളേജ് പ്രിൻസിപ്പലുമായ MP അബ്ദുൽ ജബ്ബാർ കാമിൽ സഖാഫിയും എടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ റഫീഖ്, പുക്കാട്ടുപടി ബദ്രിയ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അലി ബാക്കവി പാറപ്പുറവും ജെ ടൈംസിനൊപ്പം ചേരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ച് ശവ്വാൽ പിറ ആകാശത്ത് ദൃശ്യമാകുമ്പോൾ വിശ്വാസി ലോകം ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സമകാലിക സാഹചര്യത്തിൽ കടന്നുവരുന്ന ഈദുൽ ഫിത്തറിന് വലിയ സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകാനുള്ളത്. പരസ്പരം മനുഷ്യൻ പോരടിക്കുകയും പോർവിളിക്കുകയും കടിച്ചു കീറുകയും കുടുംബബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഹനിക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ ചുറ്റുപാടിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായി കടന്നുവരുന്ന ഈദുൽ ഫിത്തർ വിശ്വാസി ലോകത്തിന് വലിയ സന്ദേശങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ അപരന്റെ അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചതോടൊപ്പം തന്നെ ആഘോഷങ്ങളെ സഹജീവി സ്നേഹത്തിന്റെ ഭാഗമായി മാറ്റാനുള്ള നിർദ്ദേശവും പ്രാക്ടിക്കൽ തലത്തിൽ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ റമദാൻ ഏതാണ്ട് പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് വ്യാപാര മേഖല വളരെ പുഷ്ടിപ്പെട്ടും നല്ല കച്ചവടം ഉണ്ടാകേണ്ട സമയമാണ്. പക്ഷേ ഓൺലൈൻ വ്യാപാരത്തിൻ്റെയും വൻകിട സൂപ്പർ മാർക്കറ്റുകളുടെയും ഒക്കെ ആധിക്യം മൂലം സാധാരണ കച്ചവട സ്ഥാപനങ്ങളിൽ ഇന്ന് കാര്യമായ കച്ചവടമില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ആ രംഗത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു വ്യാപാര മാന്ദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല എങ്ങനെ രക്ഷപ്പെടുമെന്നതിനെക്കുറിച്ച് കൂലങ്കഷമായി നാം ആലോചിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് നാം ആലോചിക്കേണ്ടതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ ഈ മേഖലയെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തോളം വ്യാപാരികളും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഏതാണ്ട് 10 ലക്ഷം തൊഴിലാളികളും ഒരു കടയിൽ ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് കണക്കാക്കിയാൽ 10 ലക്ഷം തൊഴിലാളികളുമുള്ള ഒരു വലിയ മേഖലയാണ്. അപ്പോൾ 20 ലക്ഷം ആളുകളുടെ ജീവനോപാധിയാണ്
20 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ ഓരോ വീട്ടിലും ഒരു 5 ആൾ വെച്ച് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 1 കോടി ജനങ്ങളെ ബാധിക്കുന്ന വലിയ ഒരു ശൃംഖലയാണ് വ്യാപാര മേഖല. അതിൽ നിന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വ്യവസായങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലെ തന്നെ വ്യാപാര മേഖലയ്ക്കും അത്യാവശ്യം അടിയന്തരമായി ആ മേഖലയെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു ജനവിഭാഗങ്ങൾ ഈ രംഗത്ത് നിന്ന് വിട്ടുപോകേണ്ടി വരും. അവരുടെ ജീവിതം കഷ്ടപ്പാടിലാകുമെന്നാണ് പറയാനാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാൻ പാപമോചനത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ സകല സൂക്ഷ്മതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അവസരമാണ് റമദാനിലൂടെ നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലും ഇപ്പോൾ ഇത് വലിയ നോമ്പിൻ്റെ സമയമാണ്. ഒരു ഭക്തി നിർഭരമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാപാര സുഹൃത്തുക്കൾക്കും ഈ ഈദുൽ ഫിത്തർ റമദാൻ ആശംസയും അതോടൊപ്പം തന്നെ കടന്നു വരുന്ന പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തർ ആശംസകളും എല്ലാവർക്കും, മുഴുവൻ വ്യാപാര സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എടത്തറ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു. സയ്യിദിനാ മുഹമ്മദ് അല്ലാഹ് ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ സമാപ്തി കുറിച്ച് വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറുപെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ സന്ദേശം ആശംസകൾ നേരുന്നു. ഇസ്ലാമിൻ്റെ ആരാധന കർമ്മങ്ങളെല്ലാം ദൈവത്തോടും അള്ളാഹുവിനോടും അതുപോലെ സൃഷ്ടികളോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള ആരാധന കർമ്മങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത്. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥന നിരതരായി ജനങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മനുഷ്യന് അനുഭവിക്കുന്ന വിശപ്പും അതുപോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മനസ്സിലറിഞ്ഞ് സൃഷ്ടികളോട് ചെയ്യുവാനും നന്മകൾ ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ആരാധന കർമ്മങ്ങൾ. ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.